രാവിലെ ജിൻഡോ കാപ്പി ഇടുന്നതിന് വേണ്ടി പാലെടുത്തപ്പോൾ അവിടെയൊക്കെ കുറച്ച് പാല് വീണിട്ടുണ്ടായിരുന്നു. ശ്വേത അത് വന്ന് കണ്ടതിന് ശേഷം ജിൻഡോയും കൊണ്ട് അന്നേരം തന്നെ തുടച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ശ്വേത പറയുന്നുണ്ട്, ഇങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്തോണമെന്ന്. ജിൻഡോ അത് കേട്ടുടനെ തന്നെ മുഴുവൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ജിൻഡോയോട് പറയുന്നുണ്ട്, ഇനി ജിൻഡോ പോയി കൈ കഴുകിക്കോ, ഞാൻ ബാക്കി ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗസ്റ്റായിട്ട് വന്ന രണ്ടുപേരും ഒരുപോലെ കിച്ചണിൽ നിന്ന് പട്ടി പണിയുന്നതിൻ്റെ കൂടെ അവർ രണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവര് സീസൺ 1 എങ്ങനെയായിരുന്നു അതേ രീതിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ജിൻഡോ ഉണ്ട്. ഇങ്ങനെ കിച്ചൺ ടീമിലുള്ള ഇപ്പോഴത്തെ നിയമിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല കേട്ടോ. അവരൊക്കെ വെളിയിൽ പോയതാണല്ലോ. അതുകൊണ്ട് തന്നെ അവരങ്ങനെ അധികം പണി ചെയ്യാൻ വരുന്നില്ല. ഇവിടെ ജിൻഡോ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ജിൻഡോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. സാബും ശ്വേതയും മുഴുവൻ ദോശ ഉണ്ടാക്കുകയും കറി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എളുപ്പം കഴിച്ചോ മക്കളെ, ഇപ്പം ഞങ്ങള് ഒരു ഗസ്റ്റ് ആയിട്ടല്ല, ഞങ്ങളൂടെ കുക്ക് ചെയ്യുക, നിങ്ങൾ എളുപ്പം കഴിച്ചു, ഞങ്ങളുടെ കാര്യം നോക്കണ്ട. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കേ എന്നിങ്ങനെ പറയുന്നു. ഞാൻ പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങൾ കഴിച്ചു, നിങ്ങൾക്ക് ഉടനെ ടാസ്ക് ചെയ്യേണ്ടതല്ല, ടാസ്കിന്റെ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ, ഗസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവിടെ മുഴുവനും ക്ലീൻ ചെയ്യുകയും, ശ്വേതയാണ് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത്, ദോശ ഉണ്ടാക്കുന്നുണ്ട് സാബു. അങ്ങനെ നല്ല രീതിയിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഓർത്തോ കുറെ ആൾക്കാര് അവിടെ ഇവിടെ മൂലയ്ക്കിരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കുറിച്ചുള്ള കുറ്റങ്ങളും ഓരോരുത്തരുടെ കുറവുകളും. അങ്ങനെ പവർ ടീമിനെ കുറ്റം പറയുന്നു, മാനേജറെ കുറ്റം പറയുന്നു, അങ്ങനെ ഓരോരുത്തരെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ടറിയണം, ലാസ്റ്റ് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇവർക്ക് കോയിൻ കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ ഇതിപ്പം പെർഫോമൻസിന്റെ കൂട്ടത്തില്ല, എന്നാലും ഇവർ അതുകൂടെ ഒന്ന് മനസ്സിൽ കാണും. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരം കൂടെ വന്നിരിക്കുന്ന ആൾക്കാരും അതുപോലെ അപ്പുറത്ത് മാറിയിരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ആരാന്ന് അതിന്റെ അനുസരിച്ചായിരിക്കും ഇവർക്ക് കോയിൻ കൊടുക്കുന്നത്.